ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ? യെസ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇതാ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പുതിയ സിലബസിൻ്റെ ബേസിലാണ് നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പം പോകുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? നമ്മുടെ 4th യൂണിറ്റ് ആയ എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ്സ് ആണ്. ഈ ഒരു ചാപ്റ്റർ അല്ലാതെ നിങ്ങൾക്ക് വേറെ ചാപ്റ്ററാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡഡ് കോണ്ടൻറ്റ്സും ഒക്കെ നമ്മുടെ ക്ലാസ് 6 CBSE യൂട്യൂബ് ചാനൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും മാഗ്നറ്റ്സിനെ പറ്റിയും അതുപോലെ തന്നെ അവയുടെ കുറച്ച് പ്രോപ്പർട്ടീസിനെയും പറ്റിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദി ബ്ലാങ്ക്. അൺലൈക്ക് പോൾ ഓഫ് 2 മാഗ്നറ്റ്സ് ഡാഷ് ഈച്ച് അതർ വെയറാസ് ലൈക്ക് പോൾസ് ഡാഷ് ഈച്ച് അതർ. എന്താണ് അൺലൈക്ക് പോൾസ് അല്ലെങ്കിൽ എന്താണ് ലൈക്ക് പോൾസ്? അൺലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത പോളാണ്. അതായത് ഇപ്പോൾ നോർത്തും സൗത്തും അല്ലെങ്കിൽ സൗത്തും നോർത്തും, അത് രണ്ടും രണ്ട് പോളാണ്. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പോളിനെയാണ് നമ്മൾ അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത്. ഇനി ലൈക്ക് പോൾ ആണെങ്കിലോ രണ്ടും ഒരേ ഉള്ള പോളുകൾ, അതായത് നോർത്തും നോർത്തും അല്ലെങ്കിൽ സൗത്തും സൗത്തും. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു മാഗ്നറ്റ് മിസ് എടുത്തു, ഇത് നോർത്ത് ഇത് സൗത്ത്. ഇനി അതിൻ്റെ അടുത്തേക്ക് വേറൊരു മാഗ്നറ്റ് കൊണ്ടുവന്നു, ഇവിടെ ഇതാ നോർത്ത് ഇവിടെ ഇതാ സൗത്ത്. അപ്പോൾ ഇവർ തമ്മിൽ കോൺടാക്റ്റിൽ വന്നത് ഏതൊക്കെ പോളുകൾ തമ്മിലാണ്? യെസ്, സൗത്തും നോർത്തും. അതായത് രണ്ടും രണ്ടാണ്, അതുകൊണ്ട് തന്നെ അൺലൈക്ക് പോൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ എന്ത് മാറ്റമായിരിക്കും നമുക്ക് കാണുന്നത്? ഇവരെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾക്കറിയാം അൺലൈക്ക് പോൾസ് വരുമ്പോൾ എന്താണ്, അവർ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതേസമയം വേറെ ഒരു മാഗ്നറ്റ് എടുത്തു, ഇത് നോർത്തും സൗത്തും ആണ്. അതിൻ്റെ അടുത്തേക്ക് ഇതാ സൗത്തും നോർത്തും ആ ഒരു രീതിയിലുള്ള ഒരു മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പം നമുക്കറിയാം ഇവിടെ ഇതാ സൗത്തും സൗത്തുമാണ് അടുത്തടുത്ത് വരുന്നത്. അവ എന്താണ്? ലൈക്ക് പോൾസ് ആണ്. അവ എന്താ ചെയ്യുന്നത്? അട്രാക്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, അവ റിപ്പൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി, അൺലൈക്ക് പോളുകളാണെങ്കിൽ അവ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സ്വന്തം നമ്മുടെ ലൈക്ക് പോൾസ് ആണെങ്കിലോ അവ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? റിപ്പൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഇനി അടുത്തത്, ദ മെറ്റീരിയൽ ദാറ്റ് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് എ മാഗ്നറ്റ് ആർ കോൾഡ്. ഒരു മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ആ മെറ്റീരിയൽസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എന്താണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് നമ്മൾ വിളിക്കും. ഇനി അടുത്തത്, ദ നീഡിൽ ഓഫ് എ മാഗ്നറ്റിക് കോമ്പസ് റെസ്റ്റ് അലോങ് എ ഡാഷ് ഡയറക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു ഫ്രീലി സസ്പെൻഡ് ചെയ്യുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അത് എപ്പോഴും നിൽക്കുന്നത്. കാരണം ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നമ്മൾ വിടുകയാണെങ്കിൽ അതെപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. നമ്മുടെ മാഗ്നറ്റിക് കോമ്പസിൻ്റെ അവിടെ ഒരു നീഡിൽ കാണുന്നുണ്ട്. ഈ നീഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈനി മാഗ്നറ്റ് ആണ്. അപ്പോൾ ആ നീഡിൽ ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. അടുത്തത്, എ മാഗ്നറ്റ് ഓൾവേസ് ഹാസ് ഡാഷ് പോൾ. എത്ര പോൾസ് ഉണ്ടാവും ഒരു മാഗ്നറ്റിന്? 2 പോൾ ഉണ്ടാവില്ലേ? മോണോപോൾ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. ഏത് മാഗ്നറ്റ് നമ്മൾ എത്ര ചെറുതാക്കി മുറിച്ചാലും അത് നോക്കിയാൽ നമുക്ക് അവിടെ 2 പോള് കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ്? നോർത്ത് പോളും കാണാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ സൗത്ത് പോളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം എന്താണ്? സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫോൾസ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ ട്രൂ ഏതാണ് ഫോൾസ് ഏതാണ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ മാഗ്നറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു പീസ് ടു ഒബ്റ്റെയിൻ എ സിംഗിൾ പോൾ. അതായത് ഒരു മാഗ്നറ്റിന് സാധാരണഗതിയിൽ 2 പോളുണ്ട്. അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് പൊട്ടിച്ചാൽ നമുക്ക് 1 പോള് കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടുമോ? ഇതെന്താണ്? ഇത് തെറ്റാണ് അല്ലേ? നമ്മൾ എത്ര ചെറിയ മാഗ്നറ്റ് ആണെങ്കിലും അതിന് 2 പോൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അടുത്തത്, സിമിലർ പോൾ ഓഫ് മാഗ്നറ്റ് റിപ്പൽ ഈച്ച് അതർ. ഒരേപോലെയുള്ള പോളുകളിലുള്ള മാഗ്നറ്റുകളാണെങ്കിൽ അവ എന്താണ്? അവ റിപ്പൽ ചെയ്യുമെന്നാ പറഞ്ഞത്. നേരത്തെ നമ്മൾ നോക്കി അതേ സിറ്റുവേഷൻ നോക്കിയാൽ മതി. ഇവിടെ ഇതാ ഒരു മാഗ്നറ്റ് നോർത്ത് സൗത്തും, ഇവിടെ ഇതാ വേറൊരു മാഗ്നറ്റ് സൗത്ത് നോർത്തും. അപ്പോൾ ഇവ രണ്ടും തമ്മിൽ എന്താ ചെയ്യുന്നത്? യെസ്, ഇവ രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ട്രൂ ആണ്. ഇനി അടുത്തത് എന്താണ്? അയൺ ഫില്ലിംഗ് മോസ്റ്റ്ലി സ്റ്റിക്ക് ഇൻ ദ മിഡിൽ ഓഫ് എ ബാർ മാഗ്നറ്റ് വെൻ ഇറ്റ് ഈസ് ബോൺ നിയർ ദം. അതായത് ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത് ബാർ മാഗ്നറ്റ് ആണ്. ഈ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു അയൺ ഫില്ലിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ഈ പറയുന്ന നമ്മുടെ അയൺ ഫില്ലിംഗ് എന്ന് പറയുന്നത് അവയുടെ മിഡിൽ പോർഷനിലാണ് നല്ല രീതിയിൽ കൂടുതലായിട്ടും സ്റ്റിക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അല്ല അല്ലേ? അവയുടെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ എവിടെയാണ്? അതിൻ്റെ എൻഡ് ഭാഗങ്ങളിലാണ്. അത് എവിടെയാണ്? അവയുടെ എൻഡ് ഭാഗം
ഭാഗങ്ങൾ അല്ലെങ്കിൽ അവയുടെ പോൾസിലാണ്. അപ്പോൾ ഈ പറഞ്ഞത് എന്താണ്? തെറ്റാണ്. താരതമ്യേന കുറഞ്ഞ ഒരു സ്ട്രെങ്ത് മാത്രമാണ് നമ്മുടെ മിഡിൽ പോർഷനിലുള്ളത്. ആ ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഈ പറയുന്ന എൻഡ് പോയിന്റിലാണ് അല്ലെങ്കിൽ എൻഡ് ഭാഗങ്ങളിലാണ്. ഇനി എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ഓൾവേസ് അലൈൻ വിത്ത് ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ശരിയാണോ? യെസ്, ശരിയാണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഫ്രീലി സസ്പെൻഡ് ചെയ്യുന്ന ഒരു മാഗ്നറ്റ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. കോളം 1 shows different position in which one pole of a magnet is placed near that of the other. Column 2 indicate the resulting interaction between them for different situation. അതായത് കോളം 1-ൽ ഇതാ നമുക്ക് ഓരോ പോളിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ പോളുകൾ തമ്മിലാണ് അടുത്തടുത്ത് വരുന്നതെന്ന് പറയുന്നുണ്ട്. കോളം 2-ൽ എന്താണ് അവയുടെ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് എന്നും കൂടിയാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം നോർത്തും കൂടിയാണ് വരുന്നത്. നോർത്തും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവ ലൈക്ക് പോളാണ്. അപ്പോൾ അവ എന്ത് ചെയ്യുന്നത്? യെസ്, അവിടെ നമുക്ക് റിപ്പൾഷൻ ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇവിടെ ഇതാ നോർത്തും വേറെ ഏത് പോളാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ അട്രാക്ഷൻ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം നോർത്തിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടെ നോർത്ത് തന്നെയാണോ വരേണ്ടത്? അല്ല, അവിടെ എന്താ വരേണ്ടത്? സൗത്താണ് വരേണ്ടത്. ഇനി അടുത്തത് സൗത്തും നോർത്തും രണ്ടും എന്താണ്? അൺലൈക്ക് പോൾസ് ആണ്. അപ്പോൾ അവ തമ്മിൽ എന്താ വരുന്നത്? യെസ്, അട്രാക്ഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി റിപ്പൾഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പോള് എന്താണ്? നമ്മുടെ ഒരു പോൾ എന്ന് പറയുന്നത് സൗത്താണ്. അപ്പോൾ സൗത്തിൻ്റെ അടുത്തേക്ക് ഏത് പോള് വരുമ്പോഴാണ് അവിടെ റിപ്പൾ ചെയ്യുന്നത്? നോർത്താണോ? അല്ല, യെസ്, ലൈക്ക് പോൾസ് ആണ് എന്ത് ചെയ്യുന്നത്? റിപ്പൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? സൗത്താണ്. അപ്പം മാഗ്നറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് യെസ്, നമ്മുടെ ലൈക്ക് പോൾ എന്ന് പറയുന്നത് റിപ്പൾ ചെയ്യുകയും അൺലൈക്ക് പോൾ എന്ന് പറയുന്നത് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മാഗ്നറ്റ്സിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇതുകൂടാതെ ധാരാളം പ്രോപ്പർട്ടീസ് ഇനിയും മാഗ്നറ്റ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ തുടർന്നും നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ സ്വന്തം ക്ലാസിക് CBSE ചാനലിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളും എല്ലാ ലൈവും മിസ്സാവാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ചാപ്റ്റർ ആണോ വേണ്ടത്, അതിപ്പോൾ ഏത് വിഷയത്തിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് അതാത് വിഷയങ്ങളുടെ ടീച്ചേഴ്സ് ഓരോ ക്ലാസ് എടുക്കുന്ന സമയം അവരുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.